നിലമ്പൂരിൽ വിജയപ്രതീക്ഷയിലാണ് ഇരുമുന്നണികളും. തങ്ങളുടെ ഭൂരിഭാഗം വോട്ടുകളും പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF. എന്നാൽ രാഷ്ട്രീയ വിവാദങ്ങൾ തിരിച്ചടി ഉണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് UDF നേതാക്കൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തൊട്ടതെല്ലാം കോൺഗ്രസിന് പിഴച്ചു. LDF വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പ്രചരണത്തിന് ശ്രമിച്ചപ്പോൾ വിവാദങ്ങളിൽപ്പെട്ട ഉഴലുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം. ഇടതുമുന്നണി നേതാക്കൾ മലപ്പുറം വിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന വ്യാജ പ്രചരണത്തിൽ UDF കുടുങ്ങി. പഴയ ചരിത്രം ചർച്ചയായതോടെ UDFന് പിന്മാറേണ്ടി വന്നു. പിന്നെ ആരോപണങ്ങളുടെ പെരുമഴയായിരുന്നു. ക്ഷേമ പെൻഷൻ വിവാദം മണ്ഡലത്തിലാകെ ചർച്ചയായി. 43,000 പെൻഷൻകാരാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമുള്ളത്. KC വേണുഗോപാലിന്റെ കൈക്കൂലി അധിക്ഷേപം മണ്ഡലത്തിൽ ചർച്ചയായതോടെ UDF പ്രതിരോധത്തിലായി. പിന്നീട് വഴിക്കടവിലുണ്ടായ ഷോക്കേറ്റ് മരണമുപയോഗിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചതും LDF പൊളിച്ചടുക്കി. ഇതിനു പിന്നാലെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി UDF കൂട്ടുകെട്ട് മണ്ഡലത്തിൽ ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി UDF നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചതോടെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനു പോലും മറുപടിയുണ്ടായിരുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ വാഹന പരിശോധന വിവാദമാക്കാൻ ശ്രമിച്ചതും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് VV പ്രകാശിന്റെ വീട്ടിൽ സന്ദർശിക്കാതിരുന്നതും വിവാദങ്ങളുടെ പെരുമഴയുണ്ടാക്കി. വോട്ടെടുപ്പ് ദിവസം പോലും വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു UDF. അൻവർ വിഷയത്തിലടക്കം VD സതീശൻ എടുത്ത നിലപാടുകൾ മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ടാക്കി. കൂടെ കൂട്ടേണ്ടവരെ നയപരമായി ഉൾപ്പെടുത്താനും വിവാദ വിഷയങ്ങളെ പ്രകോപനമില്ലാതെ പ്രതികരിക്കാനും പ്രതിപക്ഷ നേതാവിനായില്ല. തെരഞ്ഞെടുപ്പിനു ശേഷം കൂട്ടിയും കുറച്ചും കാത്തിരിക്കുമ്പോഴും UDF ക്യാമ്പ് അത്ര ആത്മവിശ്വാസത്തിലല്ല. ലീഗിന്റെ ശക്തിയിൽ മാത്രമാണ് പ്രതീക്ഷ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്നാലെ വന്ന ഉപതെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വലിയ ഭൂരിപക്ഷം നേടിയിരുന്നു. പക്ഷേ ഇത്തവണ പാളയത്തിൽ നിന്ന് വോട്ട് ചോർന്നിട്ടുണ്ടെങ്കിൽ പരാജയം ഉറപ്പെന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ. കൈരളി ന്യൂസ്, മലപ്പുറം.